വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഫയലിംഗുമായോ പഠിക്കുന്ന കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് എച്ച് എസ് എൻ കോഡും എസ് എ സി കോഡും അല്ലെങ്കിൽ സാക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എച്ച് എസ് എൻ കോഡ്, എന്താണ് എസ് എ സി കോഡ് എന്നുള്ളതാണ്. സോ എച്ച് എസ് എൻ കോഡ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ എസ്പെഷ്യലി ടാക്സ് ഫയലിംഗിൻ്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫോമൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും ഒരേ പ്രൊഡക്റ്റിന് തന്നെ പല സ്ഥലങ്ങളിലും പല പേരുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി നമ്മളൊരു ഫോമൽ സെറ്റപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യവുമാണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് WC അതായത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു കോഡാണ്. നമുക്കിതിനകത്ത് 8 അക്കങ്ങളാണ് വരുന്നത്. 2 എന്ന രീതിയിൽ 8 അക്കങ്ങളാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഈ പറയുന്ന കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് നോക്കാം. ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ആകുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്കൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ സബ് ഹെഡിങ് കാണും. അതിനും ശേഷം ഒരു ഇന്ത്യൻ സ്പെസിഫിക് കോഡ് കൂടെ കാണും. ഇങ്ങനെ 8 അക്കങ്ങൾ ചേർത്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിന് ഒരു കോഡ്, ഒരു HSN കോഡ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ ഹെഡിങ്. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുന്ന പോലെ ഫസ്റ്റ് 2 ഡിജിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ആ പ്രൊഡക്റ്റിൻ്റെ അടുത്തൊരു മെയിൻ ഹെഡിങ് എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അടുത്ത 2 ഡിജിറ്റ്. അതിനുശേഷം അടുത്തത് വരുന്നത് ഇൻ്റർനാഷണൽ സബ് ഹെഡിങ് എന്നുള്ള രീതിയിൽ അടുത്ത 2 ഡിജിറ്റ്. ആൻഡ് ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് അതിൻ്റെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ന്യൂമറിക്കൽ കോഡോട് കൊടുക്കുമ്പോഴാണ് 8 അക്കത്തിൻ്റെ ആ ഒരു HSN കോഡ് പൂർണ്ണമാകുന്നത്. നമുക്കിതൊരു എക്സാമ്പിളോടൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ HSN കോഡ് ഫോം ആകുന്നതെന്നുള്ളത്. സപ്പോസ് നമ്മളൊരു കോട്ടൺ ഷർട്ട് പർച്ചേസ് ചെയ്യുകയാണ്. കടയിൽ നിന്നൊരു കോട്ടൺ ഷർട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ HSN കോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം 62052010. ഇനി ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കോഡ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ 2 ഡിജിറ്റ് അതായത് 62 എന്ന് പറയുന്നത് ചാപ്റ്റർ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അപ്പാരൽ ആൻഡ് ക്ലോത്തിങ് ആക്സസറീസിന് കൊടുക്കുന്ന 62 എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 05 ആണ്. അതായത് ഹെഡിങ് ആണത്. മെൻസ് അല്ലെങ്കിൽ ബോയ്സിൻ്റെ ആരുടെയാണോ, മുതിർന്നവരുടെ ആണോ അല്ലെങ്കിൽ കുട്ടികളുടെ ഷർട്ടാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 2 ഡിജിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ 20 എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ് ആഡ് ചെയ്യുന്നത്. 2 ഡിജിറ്റാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം ഇതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോട്ടൺ കൊണ്ടാണോ ലിനൻ കൊണ്ടാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് അടുത്ത 2 ഡിജിറ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന 10 എന്ന് പറയുന്ന കോഡ്, അതാണ് നാഷണൽ സബ് ഹെഡിങ് എന്ന് പറയുന്നത്. മെൻസ് ഷർട്ട്സ് ഓഫ് കോട്ടൺ നോട്ട് നിറ്റഡ്. അപ്പോൾ ഒരുപാട് സ്പെസിഫിക് ആയി ആ ഒരു പെർട്ടിക്കുലർ ഷർട്ടിൻ്റെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നീഷേ ക്ലാസിഫിക്കേഷനോട് നമുക്കത് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയാകുമ്പോൾ ആ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് HSN കോഡ് ഫോർമുലേറ്റ് ചെയ്തത്. ഇനി ഈ കോഡ് പലപ്പോഴും തെറ്റായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ ടാക്സ് ഫയലിങ്ങിലൊക്കെ വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഒക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവുക, റീഫണ്ടുകൾ വൈകുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി എന്താണ് GSTയിൽ എസ്പെഷ്യലി 2025 നമ്മൾ സംസാരിക്കുമ്പോൾ GSTക്ക് അകത്ത് ഇതിൻ്റെ പ്രൊവിഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. 1, 5 കോടിയിൽ താഴെയാണ് ടേൺ ഓവർ എങ്കിൽ മിനിമം 4 ഡിജിറ്റ് HSN മാൻഡേറ്ററി ആണ്. നമ്മൾ 8 ഡിജിറ്റിലേക്ക് കൊണ്ടുപോകണ്ട, 4 ഡിജിറ്റ് വരെ ആണെങ്കിലും കുഴപ്പമില്ല. എപ്പോൾ 5 കോടിക്ക് താഴെയാണ് ടേൺ ഓവർ എങ്കിൽ. അടുത്ത കേസിൽ 5 കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ എങ്കിൽ 6 ഡിജിറ്റ് എങ്കിലും HSN കോഡിൽ ആ പ്രൊഡക്റ്റ് കാണിച്ചിരിക്കണം. ഇനി ഇമ്പോർട്ട് എക്സ്പോർട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഈ 8 അക്ക HSN കോഡും ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഫേസ് 3 നമുക്കറിയാം 2025 GSTയുടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൽ ഫേസ് 3 മുതൽ സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങൾ, ഒന്ന് ഈ മാനുവൽ എൻട്രി എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്സ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ കൺസേൺഡ് പ്രൊഡക്റ്റിൻ്റെ കോഡ് അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഇനി GSTR1 അതായത് ടേബിൾ 12നെ നമ്മൾ B2B ട്രാൻസാക്ഷൻസിൻ്റെ HSN കോഡുകൾക്ക് വേണ്ടിയിട്ടും B2C ട്രാൻസാക്ഷൻസിൻ്റെ HSN കോഡുകൾക്ക് വേണ്ടിയിട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനി ഒരു മാറ്റം സംഭവിക്കുക. അതേപോലെ പോർട്ടൽ തന്നെ പല രീതിയിലും ഇതിനെ വാലിഡേറ്റ് ചെയ്യും. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അത് യൂസറെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലോട്ടൊക്കെയാണ് ഇനി HSN കോഡുമായി ബന്ധപ്പെട്ട GST മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ HSN കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് സാക്ക് അല്ലെങ്കിൽ SAC കോഡ് എന്ന് പറയുന്നത്? അപ്പോൾ ഒബ്വിയസ്ലി HSN കോഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സർവീസസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് നമ്മൾ SAC കോഡ് യൂസ് ചെയ്യുന്നത്. സർവീസസ് അക്കൗണ്ടിങ് കോഡ്, അതൊരു 6 അക്ക കോഡാണിത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CBIC ആണ്. GSTയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇനി
നോർമലി സർവീസസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചാപ്റ്റർ 99 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏത് സർവീസ് നമ്മൾ എടുത്താലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 99 ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് അതൊരു സർവീസ് കാറ്റഗറി ആണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി പലപ്പോഴും റിട്ടേൺസ് ട്രാക്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ എക്സംഷൻസ് നോക്കാനും ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എഗെയിൻ സർവീസസിനെയും ഈ ഒരു രീതിയിൽ കോഡ് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് SSC കോഡ്, നമ്മൾ HSN കോഡിൻ്റെ 8 ഡിജിറ്റുകൾ എന്തിനൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സർവീസ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ സർവീസ് കോഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് 2 ഡിജിറ്റ് ഒബ്വിയസ്ലി പറഞ്ഞ പോലെ 99 എന്ന് പറയുന്നത് ഒരു സർവീസിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷനെ കാണിക്കാനാണ്. അടുത്ത 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആ പെർട്ടിക്കുലർ സർവീസ്, അത് അക്കൗണ്ടിങ് സർവീസ് ആണോ, ഓഡിറ്റിംഗ് സർവീസ് ആണോ, അല്ലെങ്കിൽ എന്ത് സർവീസ് ആണോ കൊടുക്കുന്നത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കും. അതേപോലെ ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് സർവീസ് ആണ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്, ടാക്സ് കൺസൾട്ടൻസി ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഫയലിംഗ് സപ്പോർട്ട് ആണോ, എന്താണോ ചെയ്തു കൊടുക്കുന്നത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ പറയുന്ന ഒരു സബ് സർവീസ് കാറ്റഗറി നമ്മൾ കൊടുക്കുന്നത്. ഇനി എവിടെയാണ് ഈ HSN കോഡ് അല്ലെങ്കിൽ SCSC കോഡ് കാണുക? നമ്മൾ ഇപ്പോൾ ഒരു ഇൻവോയ്സിനകത്താണോ എവിടെയാണ് ഇത് കാണുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഒന്ന് ടാക്സ് ഇൻവോയ്സുകളിലാണ്. നോർമലി ഒരു ബില്ലിനകത്ത് നമുക്ക് HSN കോഡും SSC കോഡും ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഇൻവോയ്സിൽ ഈ പറയുന്ന HSN കോഡും SSC കോഡും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് GSTR 1-ലാണ്, HSN വൈസ് സമ്മറി ഫോർ ദി ഔട്ട്വേർഡ് സപ്ലൈസ്. അതേപോലെ GSTR 3B-ലും ഈ പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ HSN കോഡിൻ്റെ ഇൻവേർഡ് സപ്ലൈസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ്? അപ്പോൾ നമ്മൾ എന്താണ് HSN കോഡ്, അതിൻ്റെ GSTയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ സംഭവിക്കാറുള്ള തെറ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഒന്ന്, യൂസിങ് എ സിമിലർ ബട്ട് റോങ് കോഡ്. നമ്മൾ പലപ്പോഴും ചില പ്രൊഡക്റ്റുകൾ വളരെ ഐഡൻറ്റിഫയബിൾ ആയിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ആ പ്രൊഡക്റ്റിന് യൂസ് ചെയ്യുന്ന കോഡ് തന്നെയായിരിക്കും ഒരുപക്ഷെ മറ്റേ ഒരു പ്രൊഡക്റ്റിനും യൂസ് ചെയ്യും. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ വീറ്റ് വേഴ്സസ് റൈസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആവുകയും പിന്നീട് അങ്ങോട്ട് നമുക്ക് ആ ഒരു ITC ക്ലെയിം ചെയ്യാനോ റീഫണ്ട് കിട്ടാനോ ഒക്കെ ലാഗ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. 2, കോപ്പി പേസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് കോഡ് വിതൗട്ട് ചെക്കിംഗ് ദ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ കോമ്പറ്റീറ്റർ എന്താണോ ചെയ്തിരിക്കുന്നത് അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഫയൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന കോഡുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്സോ അല്ലെങ്കിൽ മിസ്മാച്ചുകളോ സംഭവിക്കാം. ഇഗ്നോറിങ് പ്രോഡക്റ്റ് ഫോം, ആ പെർട്ടിക്കുലർ ഫോം ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് റോ ആണോ പ്രോസസ്ഡ് ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കോഡുകളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ ജനറൽ ആയിട്ടൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. അടുത്തത്, നോട്ട് അപ്ഡേറ്റിംഗ് കോഡ്സ് ആഫ്റ്റർ പ്രൊഡക്റ്റ് ചേഞ്ച്. നമ്മളൊരു പക്ഷേ ഇന്ന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല നെക്സ്റ്റ് ഇയറിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രൊഡക്റ്റുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കോഡുകളിൽ ഒരുപക്ഷെ നമ്മൾ മാറ്റം കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന കോഡുകൾ ട്രീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള HSN കോഡ് അല്ലെങ്കിൽ SCSC കോഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക? ഒന്ന്, യൂസിങ് ദി ഒഫീഷ്യൽ ടാരിഫ് സെർച്ച്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ പോർട്ടൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ HSN കോഡ് അല്ലെങ്കിൽ SCSC കോഡ് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി മാച്ച് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിംഗ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ടാരിഫ് ഡിസ്ക്രിപ്ഷൻസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ HSN കോഡ് അല്ലെങ്കിൽ സർവീസസിൻ്റെ കോഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും മാനുവലി ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇവൻ ഇത്രയും ഡാറ്റാബേസുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ സർവീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ HSN കോഡ് അല്ലെങ്കിൽ SCSC കോഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. കാരണം ഒരുപാട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ക്ലെയിം ചെയ്യേണ്ട സമയത്ത് ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ഒരുപക്ഷെ നമ്മുടെ റീഫണ്ടുകളൊക്കെ വൈകാനായിട്ടും സ്റ്റക്ക് ആവാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള GSTയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്